ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. ഇവർക്ക് ഒഫീഷ്യൽ ഒരു പേജുണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേജിൽ അതിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ. ബിഗ് ബോസ് സീസൺ 7 അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പല കാര്യങ്ങളും പലതായിട്ട് നടക്കുന്നു. വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തെ വരെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ രീതിയിലാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ സീസൺ 7 എന്ന് പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നലത്തെ ലൈവിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഇന്നലെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന ഫാമിലി അക്ബറിന്റെ ഉണ്ട്, സാബുമാന്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ ആദിലയുടെയും നൂറയുടെയും ഉണ്ട്. ആദിലയും നൂറയൊക്കെ വിചാരിച്ചിരുന്നു അവരുടെ അമ്മയും അതോടൊപ്പം തന്നെ നൂറയുടെ അമ്മയൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവരെത്തിയില്ല. അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈ പറയുന്ന ദിയാസനയും ഈ ജാസ്മിൻ മൂസയുമാണ് എത്തിയത്. ജാസ്മിൻ മൂസ എത്തിയപ്പോൾ തന്നെ അവിടെ കുറച്ചൊരു കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അത് ഞാൻ പറയാം. ആദ്യം നമ്മൾ അക്ബറിലേക്ക് പോകാം. അക്ബറിന്റെ അമ്മ വന്ന് അക്ബറിന് നല്ല സൂചന കൊടുത്തിട്ടാണ് പോയത്. മകനെ, നീ ഈ പറയുന്ന ജീം ബാഗിലൊന്നും ഇരിക്കരുത്, കുറച്ചൊക്കെ ഇറങ്ങി നടക്ക്, നിന്റെ കോമഡിയും കാര്യങ്ങളും ഒക്കെ നീ പുറത്തൊന്ന് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ പറ്റും എന്നൊക്കെ അമ്മയൊന്ന് സൂചിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അക്ബർ കളിച്ചാൽ അക്ബറിന് കൊള്ളാം. അല്ലാതെ ഒരു സൈഡിൽ കുത്തിയിരുന്ന മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷയങ്ങളിൽ കയറി ഇടപെട്ട് അതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി. അക്ബർ എന്ന് പറയുന്ന മനുഷ്യന് നല്ല കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഭാര്യയും പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ അമ്മയും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അക്ബറിന് ഇവിടെ ടോപ്പ് 5 വരെ എത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു. അക്ബറിന്റെ അമ്മയും അതോടൊപ്പം തന്നെ ഭാര്യയും വന്ന സമയത്ത് അക്ബർ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്ത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള ബിഗ് ബോസിന്റെ ഈ പ്രാവശ്യത്തെ ഏഴിന്റെ പണി. അതൊക്കെ എന്തിനാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അവര് വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർ വരുന്ന സമയത്ത് അവരെ പോയി ഒന്ന് കണ്ട് ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ഈ ബിഗ് ബോസ് ഇതിനെ ആ ഒരു ഫാമിലി വീക്ക് പോലും ഒരു കളിയായിട്ട് കൊണ്ടെത്തിക്കുകയാണ്. രണ്ടാമതെത്തിയത് ആദിലയും നൂറയുടെയും ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഫ്രണ്ട്സ് ആണ് എത്തിയത്. എത്തിയപ്പോൾ തന്നെ ഈ പറയുന്ന ഈ ജാസ്മിൻ മൂസ ഉണ്ടല്ലോ, ജാസ്മിൻ മൂസ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അനീഷിനെ കുറിച്ചാണ് പല കാര്യങ്ങളും പറഞ്ഞത്. ഞങ്ങളുടെ സീസണിലും പഴയ സീസണിലും ഒക്കെ ഇതുപോലെ കുറെ ആളുണ്ടായിരുന്നു. ആദ്യമൊക്കെ വന്ന് എല്ലാവരെയും അങ്ങ് വെറുപ്പിച്ചതിന് ശേഷം പിന്നത്തെ വീക്കുകളിൽ ഇങ്ങനെ അങ്ങോട്ട് മാറ്റം സംഭവിച്ചിട്ട് പുള്ളിക്കാരന് എന്താ പറയാ, പിന്നെ കപ്പ് കൊണ്ടുപോകും, പിന്നെ നല്ല വെള്ള ചമയും, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആദിലയോട് പറഞ്ഞു, ഓനിയലിനോട് പറഞ്ഞു, അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളോടും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ജാസ്മിൻ മൂസ പോയത്. അത് മാത്രമല്ല ആര്യനും ഈ പറയുന്ന ജിസയിലുമായിട്ടുള്ള ഒരു ബന്ധം അത് ഇച്ചിരി ഓവറാണെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ എന്തുവാ പിന്നെ മാറി ചിന്തിക്കണം എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന ആര്യനോട് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പുറത്ത് ഈ പറയുന്ന രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് പിന്നെ കണ്ടസ്റ്റന്റ് ആണ് ആദിലയും നൂറയും. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനോ ഒന്നും ഇല്ല. അവർ കപ്പിളാണെന്ന് ഇവർ പറയുന്നു. അപ്പൊ ആര്യനും ജിസയിലും ഒരു ഫ്രണ്ട്സ് ആണ്. അവർ കൂടെ ഇരുന്ന് ഗെയിം കളിക്കുകയോ കളിക്കാതിരിക്കുകയോ എങ്ങനെയും പോകട്ടെ എന്ന് ചിന്തിക്കരുതോ. അപ്പൊ അവിടെയും വന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും അനീഷിന്റെ കാര്യം പറയുകയും ചെയ്തു. ഇത് ആരും ചോദിക്കുന്നുമുണ്ട്. ഇവരിപ്പോ വന്ന് പറഞ്ഞത് വെളിയിലെ കാര്യങ്ങളല്ലേ, ഇവർക്ക് ഇത് പറയാൻ പാടുണ്ടോ? ഇവരെന്തിനാണ് ഇത് വന്ന് പറഞ്ഞു ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അനീഷാണ് ആദ്യം മുതലേ ഇവിടെ നിന്ന് ഇങ്ങനെ അലച്ചു വിളിച്ച് നിന്നതും ഇപ്പൊ അദ്ദേഹം സ്വഭാവം മാറ്റിയെന്നും ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹം കപ്പ് കൊണ്ട് പോകുമെന്ന് പറയുന്നത് ഈ അനീഷിനെ കുറിച്ചാണെന്നൊക്കെ ആര്യൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആര്യൻ ഇപ്പോ ഗെയിം കുറച്ചുകൂടെ ഒക്കെ മാറ്റി ആര്യൻ ഇപ്പൊ നല്ല റൂട്ടിൽ കൂടാണ് ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ ആര്യന്റെ ഗെയിം പോകുന്നത്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ആരും പറയുന്ന വേറൊരു കാര്യമുണ്ട്, എല്ലാ സീസണിലും ഇങ്ങനത്തെ ഒരു വില്ലൻ ഉണ്ടാവും, ആ വില്ലനാണ് കപ്പടിച്ചു പോകുന്നത് എന്ന് ഈ പറയുന്ന ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരില് ദിയ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഈ പറയുന്ന ജാസ്മിനാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിന് ഒട്ടും അങ്ങോട്ട് അനീഷിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. കാരണം ഞങ്ങളുടെ സീസണിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയുന്നത് അതാരാണ്? റോബിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ദിയ ആണെങ്കിൽ അനീഷിനെ പിടിച്ചോണ്ട് പോകുന്നു, അനീഷ് റൂമൊക്കെ കൊണ്ട് കാണിക്കുന്നു, അനീഷുമായിട്ട് ഭയങ്കര ഒരു ജോളിയായിട്ടായിരുന്നു ദിയയുടെ ഒരു സംഭാഷണവും കാര്യങ്ങളും ഒക്കെ. അതിനിടെ പറയുന്നുണ്ട് ആദില ഒന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്, ആദിലയ്ക്ക് അനീഷിനോട് വലിയ സ്നേഹമാണ് എന്ന രീതിയിൽ അതൊരു കോംപ്രമൈസ് ആക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യമായി, അതങ്ങ് പോട്ടെ. പിന്നെ അക്ബറിന്റെ അമ്മ വന്നിട്ട് ആദിലയുടെയോ നൂറയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത് തെറ്റിദ്ധാരണ ഉണ്ടായല്ലോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു വിഷയവുമില്ല, വീട്ടിൽ വരാനൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉമ്മ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാബുമോന്റെ അമ്മ വന്നു. അമ്മ വന്നപ്പോഴേ അനീഷിനോട് പറഞ്ഞു നിങ്ങളെയൊക്കെ കാണാൻ, അനീഷിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമൊക്കെ പറഞ്ഞു. അപ്പൊ അനീഷ് അങ്ങ് പറഞ്ഞു ചുമ്മാ എന്നെ കളിയാക്കല്ലേ എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അല്ല മക്കളെ,
നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് പറ്റിയതിൽ വലിയൊരു സന്തോഷമുണ്ടെന്നൊക്കെ ഈ പറയുന്ന സാബുമോന്റെ അമ്മ പറഞ്ഞു. അങ്ങനെ അവരും കുറെ നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് അവരും പോയി. എന്നാൽ സാബുമോന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സാബുമോനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. സാബുമോൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന, ഫുഡിന്റെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ വീട്ടുകാർക്കും ഒക്കെ ഇവൻ എന്തിനാ നടക്കുന്നത്, ഇവന് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു എന്ന്. അപ്പൊ അവരൊക്കെ ഇപ്പോ അതായത് പറയാ ഒരു പ്രൗഡായിട്ട് കാണുന്നു, അച്ഛൻ പോലും ഒരു പ്രൗഡായിട്ട് കാണുന്നു. ഇവൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നതും ഡാൻസ് കളിച്ച് നടന്നതും കാരണമാണല്ലോ ഇവർ ഈ പറയുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നത്. അതിനെക്കുറിച്ച് അവരൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട് അത് പറയുന്നുമുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു അവരും യാത്രയായി. അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വലിയൊരു അടി നടന്നു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അടി ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഷാനവാസും ആര്യനും. അനുമോള് ഫുഡ് വിളമ്പുകയാണ്. അത് വെളിയിൽ നിന്ന് വന്ന ആദിലയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന എന്താ പറയാ ചോറും അതോടൊപ്പം തന്നെ ചിക്കനും മട്ടനും ഒക്കെയാണ്. അത് വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന ചോറും കാര്യങ്ങളും ഒക്കെ വിളമ്പി, ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു, അത് വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഈ മട്ടൻ വിളമ്പുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു ഞാൻ എല്ലാവർക്കും വിളമ്പാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അനുമോൾ ഓരോരുത്തർക്കും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഷാനവാസ് അതിൻ്റെ നിന്ന് ഒരു പീസ് എടുക്കുന്നു, കളിപ്പിക്കാൻ ചെയ്യുന്നതാണ്, ഒരു പീസ് എടുക്കുന്നു. അത് കണ്ടുകൊണ്ട് ആര്യൻ എന്ത് ചെയ്യുന്നു, ഇട്ട പീസ് മാറ്റിയിട്ട് വേറൊരു പീസ് എടുത്തിട്ട് ആര്യൻ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ടുകൊണ്ട് ഷാനവാസും ആ പീസ് എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ചെയ്യല്ലേ, കൈയിട്ടിളക്കല്ലേ എന്ന് അനുമോൾ പറഞ്ഞിട്ടും കേൾക്കാതെ ഷാനവാസും ചെയ്തിട്ട് ഷാനവാസും അവിടെ നിന്ന് പോകുന്നു. ഒടുവിൽ എന്ത് ചെയ്യാനാണ് ഈ പറയുന്ന അനുമോൾ അവിടെ നിന്ന് എല്ലാം കൊണ്ട് ഇട്ടിട്ട് അനുമോൾ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അനുമോൾ പറയുന്നത് എനിക്ക് ഫുഡ് വേണ്ട, എന്താ ഇവരൊരു നാണമില്ലേ, ഇങ്ങനെയാണോ ചെയ്യുന്നത്, എത്ര പ്രായമുണ്ട്, ഒരു ഫുഡിനോടൊരു ബഹുമാനമില്ലേ എന്നൊക്കെ രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ബിഗ് ബോസ് വീടിന്റെ അകത്ത് ചർച്ചയായി. അത് വലിയൊരു വഴക്കിലേക്ക് പോയി എത്തി. ഇവര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഈ പറയുന്ന ഷാനവാസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചെയ്തത് കച്ചറ പരിപാടിയാണ് ഷാനവാസ് ആണ് ഇതിനെല്ലാം കാരണം എന്ന് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അനീഷ് തുറന്നടിച്ച് പറഞ്ഞു. അത് പറയേണ്ട കാര്യമാണ്. ഈ ഷാനവാസ് ആണ് ഇതിന് കാരണം. ഷാനവാസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷാനവാസ് എപ്പോഴും ന്യായവും അതും ഇതൊക്കെ പറയുന്ന ആള് എന്തിനാണ് അതിൻ്റെ കൈയിട്ടെടുത്തത്? എല്ലാവർക്കും അവര് വിളമ്പിക്കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു, അനുമോളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അനുമോൾ ഇന്നലത്തെ ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം എല്ലാവർക്കും എത്തണമെന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ അനുമോൾ എല്ലാവർക്കും അത് പകുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഷാനവാസ് ആ ഒരു പരിപാടി കാണിച്ചത്. അപ്പൊ അനീഷ് പറയുന്ന സമയത്ത് അനീഷ് പറഞ്ഞു നീയാണ് ഇതിനെല്ലാം കാരണം, നീയാണ് തുടക്കമിട്ടത്, നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് നേരെ അനീഷിന് നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ ആദ്യമേ എല്ലാവർക്കും ഇത് സെപ്പറേറ്റ് ആയിട്ട് വിളമ്പിട്ട് കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഈ അനീഷിനോട് പറയുന്നു. അനീഷ് പറയുന്നു എടാ ആർക്കൂടെ കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾ 2 പേർക്കും അല്ലാതെ അവിടെ ബാക്കിയുള്ള 11 പേർക്കും കുഴപ്പമില്ലാതെ എല്ലാവരും മാറി നിൽക്കുന്നു, മുട്ടാതിരിക്കുന്നു, നിങ്ങൾ മാത്രം എന്തിനെടുത്തു എന്ന രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസ് പറയുന്നു നിന്റെ പഴയ ഈ ഗെയിം തന്ത്രവും കാര്യങ്ങളും ഒക്കെ നിന്റെ കൈ വെച്ചാൽ മതി എന്ന രീതിയിൽ അനീഷിനോട് പറയുകയാണ്. അപ്പൊ അനീഷ് ഒരു നേരം അങ്ങ് സ്റ്റക്കായി. കാരണം ഈ പറയുന്ന ഷാനവാസ് ഈ ഫ്രണ്ട്ഷിപ്പിനോ അതൊന്നും ഉള്ള കാര്യമല്ല. പുള്ളിക്കാരൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മുതലെടുപ്പാണ്. ഈ ഒരു കാഴ്ച പുള്ളിക്കാരന് ഈ പറയുന്ന നോമിനേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുള്ളിക്കാരന്റെ കളി എന്ന് പറഞ്ഞ ഒരു ചീപ്പ് കളിയായിട്ടാണ് വരുന്നത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് തെറ്റ് പുള്ളിയുടെ ഭാഗത്താണ്. ഒരു കൂട്ടുകാരൻ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിക്കുകയല്ല പുള്ളി ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന അനീഷിനെ കുറ്റപ്പെടുത്തിയിട്ട് മുമ്പ് നീ ഇങ്ങനെ ചെയ്തതാണ്, മുമ്പ് നീ അങ്ങനെ ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കുറ്റപ്പെടുത്തുന്നു. അത് മാത്രമല്ല മാറിയിരുന്ന ഒനിയലിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും അനീഷിന്റെ കുറ്റവും പറയുകയാണ്. അതൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ടിന് പറ്റിയ ഒരു കാര്യമല്ല. പിന്നിൽ നിന്ന് കുത്തുക, നേരെ കാണുമ്പോൾ ചിരിച്ചു കളിച്ച് നിൽക്കുന്നു, ഫ്രണ്ടാന്ന് പറയുന്നു, എന്താ സൗഹൃദം, ലാലേട്ടനോട് പറഞ്ഞ പോലെ ഞാൻ എന്താ പിടിച്ചു വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരാളാണെന്നല്ലോ ഇത്. എന്നിട്ട് അനീഷിനെ കുത്തുകയാണ് പിന്നിൽ നിന്നും. ആ ഒരു സംഭവമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ നടന്നൊരു സംഭവമാണ്, രാവിലെ നടന്നൊരു സംഭവമാണ്. ബിന്നിയുടെ ഹസ്ബൻഡിന്റെ മുമ്പിൽ വെച്ച് അനീഷ് ബിന്നിയെ അങ്ങ് പഞ്ഞി കിട്ടും എന്നുള്ളതാണ്. ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചൺ ക്യാപ്റ്റനാണ് അനീഷ്. ഓക്കെ, ഈ ബിന്നി ഹൗസ് ക്യാപ്റ്റൻ ആണ്. അപ്പൊ ഈ വന്നിട്ട് ചുമ്മാ അനീഷിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷ് പറഞ്ഞു പഞ്ചസാരയൊക്കെ ഞങ്ങളോട് വെച്ചിട്ടുണ്ട്, ഇത് ആരും എടുത്തിട്ടില്ല, ഇങ്ങനെ ഞങ്ങൾ ഓപ്പൺ ആക്കി വെച്ചത് കൊണ്ട് തന്നെ അത് ആരും എടുക്കുന്നില്ല എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുമ്പോൾ ബിന്നി പറയുന്നു ഇപ്പൊ ഫാമിലി വന്നതുകൊണ്ട് ഇഷ്ടംപോലെ ആഹാരമുണ്ട്, അതുകൊണ്ടാണ് ആരും എടുക്കാത്തതെന്നൊക്കെ ബിന്നി അവിടെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നു ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ എടുത്ത തീരുമാനമല്ലേ എന്ന് അനീഷ് പറയുമ്പോൾ ഈ പറയുന്ന ബിന്നി ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അനീഷ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഫുഡ് കറക്റ്റായിട്ട് കിട്ടിയില്ല, ഒരു ചായ പോലും കിട്ടിയില്ല എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന അനീഷും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരി പറയാ അത് ഒരു ദിവസമാണെന്ന്, ഒരു ദിവസമല്ല എല്ലാ ദിവസവും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അത് കണ്ടുകൊണ്ട് തൊട്ടടുത്തിരുന്നുകൊണ്ട് ഈ പറയുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് ഇരുന്ന് ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് ഇതെന്തോ ആടെ ചെയ്ത്, ഇതിനെയാണോ ഞാൻ കെട്ടിയത് എന്ന രീതിയിൽ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയുമാണ് പറയാനുള്ള വേറൊരു കാര്യം. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നത് അനുമോടെയും അതോടൊപ്പം തന്നെ ആര്യന്റെയും ജിസേലിന്റെയും ഫാമിലിയാണ്.
ഓക്കെ. അനുമോടെ ഫാമിലി ഇന്നലെ അനുമോളെ കണ്ടിട്ട് വീടിന്റെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി മീഡിയക്കാരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അനീഷിന്റെ പിന്നെ ഫാൻസ്, അനീഷിന്റെ സഹോദരനടക്കം ഇവരെ എന്താ പറയുക, ഈ അനുമോളെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കൂ, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അല്ല, അതിനകത്ത് അകത്താരും ശ്രമിക്കുന്നില്ല. എല്ലാവരും അവരെ ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നതൊക്കെ. ഒബ്വിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും ക്ലാഷസ് ഉണ്ടാകുന്നെങ്കിലും അവരെല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. പുറത്തുള്ളവരാണ് ആർമിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ഇത് കാണിക്കുന്നതെല്ലാം പുറത്ത് നിൽക്കുന്നവരാണ്. അവർ തമ്മിൽ അവിടെ അനീഷ ആയാലും അനുവൊക്കെ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര കാര്യമാണ് അങ്ങോട്ട്. അനുമോളായാലും അനീഷായാലും ഉള്ളിൽ എല്ലാവരും നല്ല ക്ലോസ് ആണ്. പക്ഷെ പുറത്ത് ചില ആർമിക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്, വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആരാ നോക്കാം. അതായത് അനുവിന് കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. അവർക്ക് ഒരു പേജ് ഉണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ അനുവിന്റെ സഹോദരി പറയുന്നത് അനീഷിന്റെ ഫാൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്, അതായത് ഡീഗ്രേഡ് ചെയ്യുന്നു, മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അനീഷിന്റെ സഹോദരനടക്കം ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അനുവിന്റെ ഈ സിസ്റ്റർ പറയുന്നത്. എന്തുവായാലും അതിലെന്തെങ്കിലും വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. ഗെയിമാണ്. ഓക്കെ, അതിന് ഈ വെളിയിൽ എന്താ പറയാ, അത് ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളതാണ്. അത് വെച്ച് മാത്രമേ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വെളിയിൽ ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ വേറൊരു കാര്യവും ചെയ്യരുത്. അനീഷും ഈ പറയുന്ന അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും പരസ്പരം സംസാരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അവർ കണ്ടു ജീവിക്കുന്നവരാണ്. വെളിയിലാണ് ഫാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, ശരി തെറ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അത് വാക്കുകൾ കൊണ്ട് അങ്ങനെ നമുക്ക് സംസാരിച്ച് ഓരോന്ന് തീർക്കാം. ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ അങ്ങനെ എന്താ പറയാ, അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. അല്ലാതെ ഒരാളുടെ ഫാമിലി അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തന്നെ തകർക്കുന്ന സൈബർ ബുള്ളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അനീഷിന്റെ ഫാൻസ് ഇത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ബാക്കി നമ്മുടെ ഗ്രൂപ്പുണ്ട്, അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട്, ആർമി ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പും ഉണ്ട്. ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത്? അനുവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് പബ്ലിക് ആക്കി ഇടുന്നു. ഒരുപാട് പേര് കയറുന്നു. ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ്, യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പബ്ലിക് ആക്കിയിട്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. മറ്റും മത്സരാർത്ഥികളെ കുറിച്ച് ഡീഗ്രേഡ് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക, അതായത് മറ്റുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ചെയ്യും, ഇതിനെടുത്ത് അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിൽ പേഴ്സണലി മെസ്സേജസ് വരുന്നുണ്ട്, ഭയങ്കര റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആൾക്കും വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറേ വ്യക്തിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി അറ്റാക്കിന് ശ്രമിക്കും. ഒരു പ്രശ്നമില്ല. അനീഷാണ് ചെയ്യുന്നത് എന്തിനാണ്? അനുവിനെക്കാട്ടിലും അനീഷിന് വോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്തത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു. അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് 2 ദിവസം മുന്നേ നോക്കിയാൽ അറിയാം, നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും. ഓക്കെ, ഇവർ പറയുന്നത് ഇവർക്കൊക്കെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, ടെസ്റ്റുകൾ വരുന്നുണ്ടെന്നൊക്കെയാണ്. ഈ ഫാൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുടുംബമുണ്ട്, അതോടൊപ്പം തന്നെ അവർക്കും ഒരു കുടുംബമുണ്ട്. അവരവിടെ കളിച്ച് ജയിക്കാനാണ് പോയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇവർക്ക് ഓരോരുത്തർക്കും കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൃത്തികേടുകൾ അതൊക്കെ ഒന്ന് ചെയ്യാതിരിക്കുക. വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ സംസാരിച്ചും അല്ലെങ്കിൽ അതിന്റെ മാന്യമായ രീതിയിലും ഒക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ അനുവിനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ അനീഷും അനുമോളും മുമ്പ് തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു നല്ല ബോണ്ടിങ്ങിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അനുമോളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അനീഷ്. അനുമോക്കും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അനുമോൾ ഇപ്പോൾ പ്ലേറ്റ് ഉൾട്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഫാമിലി വീക്ക് വന്നതോടുകൂടി തന്നെ അനുമോടെ ആ ഒരു ചാട്ടം അങ്ങ് മാറിത്തിരിഞ്ഞിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് രാവിലെ ഒരു ടാസ്ക് നടന്നപ്പോൾ പോലും അനുമോൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരോട്, ആദിലയോടായിക്കോട്ടെ മറ്റുള്ള മത്സരാർത്ഥികളോടൊക്കെ പറയുന്നത് അനീഷിന്റെ ഭാഗത്ത് ചില ശരികളുണ്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരുമാതിരി നല്ലതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ ഒട്ടും കൊള്ളത്തില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതൊരു ടാസ്ക് ഇപ്പൊ വന്നിരുന്നു, ഈ വീട്ടിൽ ആരെ പോലെ ആകണം അല്ലെങ്കിൽ ആരെ പോലെ ആകരുത് എന്നൊരു ടാസ്ക് കൊടുത്തിരുന്നു. അപ്പൊ ആ ഒരു ടാസ്കിൽ പറഞ്ഞൊരു കാര്യമാണ്,
അപ്പൊ അനുമോൾ ഇപ്പോ ഘടകം മറിയുകയാണ്, അല്ലെങ്കിൽ മറുകണ്ഠം ചാടുകയാണ്. അനീഷിനാണ് ഫാൻസ് കൂടുതൽ, അനീഷിനോട് ആൾക്കാർക്ക് ഇഷ്ടം കൂടുതലാണെന്ന് അറിഞ്ഞപ്പോ തൊട്ടുള്ള ഒരു ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാരണം അത് അങ്ങനെയാണ് സാധ്യത. എല്ലാവരും വന്ന് അനീഷിന്റെ കാര്യം പറയുമ്പോൾ അനുമോടെ ഇഷ്ടമാണെന്ന് ആരും പറയാതിരിക്കുമ്പോൾ അനുമോൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങിയതാണ് നേരത്തെ തന്നെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇപ്പോ പറയുന്ന അനീഷിനോടുള്ള ആ ഒരു പിണക്കം. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും അനീഷിനോടുള്ള ഒരു ചാട്ടം, പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ തെറ്റിച്ച് പറയുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുക, ഈ സ്വഭാവമൊക്കെ അനുമോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അനുമോൾ മാറ്റി നല്ല രീതിയിൽ ഗെയിം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അനുമോക്ക് ടോപ്പ് 5 ടോപ്പ് 2 ടോപ്പ് 1 എത്താനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരാൾ തന്നെയാണ്. അത് കളഞ്ഞു പൊളിച്ച് കളയരുത് അനുമോള്. കൂടുതൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ കൊള്ളാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളോ മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.